ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതിയുടെ ദയാദാക്ഷിണ്യത്താൽ താൽക്കാലികമായി ജയിൽവാസം മാത്രം തടഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ജനാധിപത്യ പ്രക്രിയയിൽ അംഗമാകാൻ സാധിക്കുമോ? അതായത് വോട്ട് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു സംശയമാണ്. മുൻമന്ത്രി ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി അതിൻ്റെ നെല്ലും പതിരും തിരിച്ചിട്ട് പറഞ്ഞത് യാതൊരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന് തന്നെയാണ്. അതിനർത്ഥം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ സാധിക്കില്ല. അപ്പീലിന്റെ വിധി വരുന്നതുവരെ ജയിലിൽ പോകേണ്ടെന്ന ഇളവ് മാത്രമേ കോടതി അയാൾക്ക് അനുവദിച്ചിട്ടുള്ളൂ. വാദഗതിക്ക് വേണമെങ്കിൽ ജയിലിൽ ആയിരുന്നുവെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും ലഭിക്കില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആന്റണി രാജു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും അതിൽ പങ്കെടുക്കുന്നതും നിയമാനുസൃതമാണോ? കോടതി ലംഘനമല്ലേ? അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ അയാൾക്ക് പൗരാവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യാവകാശങ്ങൾക്ക് മാത്രമേ അയാൾക്ക് അവകാശമുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ആന്റണി രാജു ഇറങ്ങിത്തിരിക്കുന്നത് നിയമലംഘനം തന്നെയാണ്, അല്ലേ? മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ അയോഗ്യനാക്കപ്പെട്ട ഒരാൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതും ഒരു നിയമപ്രശ്നം തന്നെയാണ്. അവിടെ രണ്ടാമത് ഉയർന്നു വരുന്ന പ്രസക്തമായ ഒരു ചോദ്യം, ആന്റണി രാജു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തിയ സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് നിയമസാധുതയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ അസാധുവാകാൻ സാധ്യതയില്ലേ? ആന്റണി രാജു തെറ്റുകാരനാണോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. തെറ്റുകാരനാണെന്ന് ഉത്തരവാദിത്തപ്പെട്ട കോടതി വിധിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ കാര്യം. അങ്ങനെയുള്ള ഒരാളെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നത് പാർട്ടികളും മുന്നണികളും പഠന വിഷയമാക്കേണ്ട സംഗതി തന്നെയാണ്. പണ്ട് ഹസ്തിനപുരം കൊട്ടാരത്തിൽ ചൂതുകളിക്കിടയിൽ പണയവസ്തുവായി മാറേണ്ടി വന്ന ദ്രൗപദിയെ വസ്ത്രാക്ഷേപം നടത്തി പൊതുജന മധ്യത്തിൽ നിർത്തിയപ്പോൾ ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. സ്വയം പണയപ്പെട്ട് അല്ലെങ്കിൽ പണയവസ്തു ആയിരിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ പണയം വയ്ക്കുവാൻ അവകാശമുണ്ടോ? ആ ചോദ്യം പിന്നീട് പ്രസക്തമായി വരുന്നത് ഇവിടെയാണ്. സ്വയം കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുവാനുള്ള അവകാശമുണ്ടോ? സ്ഥാനാർത്ഥിയാകരുത് എന്ന് കോടതി പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുവാൻ ഉള്ള അവകാശമുണ്ടോ എന്നാണ് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ പറയാനുള്ളത്. അങ്ങനെ ഒരാൾ കോടതി ഉത്തരവ് ലംഘിച്ച് അതിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ കോടതിക്ക് അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആന്റണി രാജു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്ന് മാത്രമല്ല, വോട്ട് ചെയ്യാനും അവകാശമില്ല എന്നുള്ളത് തിരക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അത്രേ പറയാനുള്ളൂ.